Welcome to the UGC NET preparation course from OpenSchool. This video is in Malayalam. I'm specifically saying this because we will have an English version of the video as well. As in when the video is ready, we will post it on YouTube and will also provide a link in the description box. നിങ്ങൾ ഈ വാച്ച് ചെയ്യുന്ന വീഡിയോ ഇതിന്റെ മലയാളം വേർഷൻ ആണ്. Alright, so let's move on and see what are the topics that we will cover in this video. ഇത് പേപ്പർ 1 റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. We will look at the concept, ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, what are the levels of teaching, the characteristics and the basic requirements of teaching. അപ്പോൾ ഇത്രയും ടോപ്പിക്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആൻഡ് ദെൻ ആസ് വി ഗോ ഫോർവേഡ് വി വിൽ കവർ ദ റെസ്റ്റ് ഓഫ് ദ ടോപ്പിക്സ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ്. നമ്മൾ ഏതൊരു നെറ്റിൻ്റെ എക്സാം എടുത്ത് നോക്കിയിരുന്നാലും തന്നെ പ്രീവിയസ്ലി നടത്തിയിട്ടുള്ളത് നമ്മൾ നോക്കിയാൽ യു വിൽ ഫൈൻഡ് ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വന്നിരിക്കും എന്നുള്ളത് തന്നെയാണ്. Alright, so let's move on to the topics and see what we have in store for us. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് നമ്മൾ ഇവിടെ നോക്കണം അല്ലേ. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു തുടങ്ങാൻ പോകുന്നത് അതൊരു നാച്ചുറൽ ടാലൻ്റ് ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വാട്ട് അബൌട്ട് ആ നാച്ചുറൽ ടാലൻറ്റ് ഇല്ലാത്ത വ്യക്തികൾ? വെൽ, വി വിൽ കവർ ദറ്റ് പോയിന്റ് ആസ് വെൽ. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇറ്റ് റെഫേഴ്സ് ആ ഒരു നാച്ചുറൽ എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ നാച്ചുറൽ ടാലൻറ്റ് എഫക്റ്റീവായിട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാടധികം സ്കിൽസ് ഉണ്ട്, ഒരുപാടധികം ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഈ സ്കിൽസും ആട്രിബ്യൂട്ട്സും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടീച്ചിങ് കരിയർ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം? പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ടീച്ചർ ഒരു സമാധാന പ്രിയ അല്ലെങ്കിൽ പ്രിയൻ ആയിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ദർ ഷുഡ് ബി റൂം ഫോർ ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണ് ഇന്നത്തെ കാലത്ത് ഒരു നല്ല ടീച്ചറായി മാറാനായിട്ട് സാധിക്കുക. ആൻഡ് ദർ ഇസ് ഓൾസോ എ റിക്വയർമെന്റ് ഓഫ് ദ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സബ്ജക്ട് മാറ്റർ. ഇപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം കവർ ചെയ്യുന്നതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം ഓൾറെഡി നമുക്ക് ഈ ഒരു നാച്ചുറൽ ടാലന്റ് ഉണ്ട് എന്ന് കണക്കാക്കുക. ഇനി ആ ഒരു നാച്ചുറൽ ടാലന്റ് സ്വല്പം കുറവാണ്, പക്ഷേ ഒരു ടീച്ചർ ആകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ആപ്റ്റിറ്റ്യൂഡ് ബേസ് ചെയ്തുള്ള എല്ലാ സ്കിൽസും എല്ലാ കമ്പോണൻസും നമുക്ക് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അത് ടീച്ചർ ട്രെയിനിങ്ങിലൂടെയും എന്താ പറയേണ്ടത്, നമ്മുടെ പ്രാക്ടീസിലൂടെയും നമ്മുടെ എക്സ്പീരിയൻസിലൂടെയൊക്കെ നമ്മൾ നേടിയെടുക്കുന്ന ഒരുപാടധികം സംഗതികളാണ് അത്. സോ ദാറ്റ് ഈസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ ആപ്റ്റിറ്റ്യൂഡിന്റെ മീനിങ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ എടുത്തു മാറ്റുകയാണെങ്കിലോ, ആപ്റ്റിറ്റ്യൂഡ് നോക്ക്, ആപ്റ്റിറ്റ്യൂഡിലൂടെ പറയുന്നത് ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ. ഓക്കെ, ആ ഒരു സാധ്യതയാണ്. ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ടു അക്വയർ സ്കിൽസ് ഓർ നോളജ് ത്രൂ ട്രെയിനിങ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പം ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ചിന്തിച്ചു നോക്കുക, ഒരു പാറ്റേൺ ഓഫ് ട്രെയ്റ്റ്സ്. അപ്പൊ ട്രെയ്റ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു ടീച്ചറിന് ആവശ്യമായ പൊട്ടൻഷ്യാലിറ്റീസ്, ആവശ്യമായ കഴിവുകളാണ് ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഓഫ് ട്രെയ്റ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക്. So it specifically refers to an individual's ability to acquire certain skills or knowledge. അത് എന്തിലോ ആയിക്കോട്ടെ, ടീച്ചിങ്ങിന് തന്നെ ആകണമെന്നില്ല. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു അഭിരുചി, നമുക്ക് ചില നോളജ് അക്വയർ ചെയ്യാൻ, ചില സ്കിൽസ് അക്വയർ ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവിനെയാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ആപ്റ്റിറ്റ്യൂഡ് വേണമെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്. പല ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഒരു കോമ്പിനേഷനാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹൗ വെൽ ആ ഒരു വ്യക്തിക്ക് ഒരു സ്പെസിഫിക് ജോബ് അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ആ ഒരു ടീച്ചിങ് ആണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലേ. സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വെൻ യു ലുക്ക് അറ്റ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വി ക്യാൻ സീ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇസ് ദ പൊട്ടൻഷ്യൽ ടു മാസ്റ്റർ ടീച്ചിങ് സ്ട്രാറ്റജീസ് ആൻഡ് മെത്തേഡ്സ് ത്രൂ ട്രെയിനിങ്. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ശരിക്കും എന്താണ്? ഒരു വ്യക്തിക്കുള്ള ആ ഒരു കഴിവ്, ആ ഒരു വ്യക്തിയുടെ ഒരു എന്താ പറയേണ്ടത്, ഒരു
സ്കിൽസ് അക്വയർ ചെയ്യാനുള്ള ഒരു സാധ്യത. അപ്പോൾ ഇവിടെ ടീച്ചിങ് പ്രൊഫഷന് ആവശ്യമായ സ്കിൽസ്, ആവശ്യമായ നോളജ്, ആവശ്യമായ ടൂൾസ്, ഇതെല്ലാം അക്വയർ ചെയ്യാനുള്ള ആ ഒരു വ്യക്തിയുടെ എക്സ്പെർട്ടീസ് അല്ലെങ്കിൽ കഴിവിനെയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഗെയിൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഐഡിയലി ദ പൊട്ടൻഷ്യൽ ടു ബി സ്കിൽഡ് ഇൻ ടീച്ചിങ് മെത്തേഡ്സ്. അപ്പോൾ നോക്ക്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തി എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ആ ഒരു വ്യക്തിക്ക് ടീച്ചിങ് മെത്തേഡ്സിൽ അറിവുണ്ടായിരിക്കണം, ടീച്ചിങ് സ്ട്രാറ്റജീസ് ആ വ്യക്തി പഠിച്ചിട്ടുണ്ടാകണം, ആൻഡ് എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടീച്ചിങ് ടെക്നിക്സ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് പറയാം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് ബെറ്ററാക്കി അല്ലെങ്കിൽ നന്നാക്കി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ നൗ വാട്ട് ഈസ് ടീച്ചിങ്? എന്താണ് ടീച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക്? ടീച്ചിങ് എന്ന് പറയുന്നത് വാട്ട് ഡു യു തിങ്ക്? അതൊരു സിമ്പിൾ പ്രോസസ്സാണോ അതോ അതൊരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണോ? ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണോ അതോ സിംപ്ലി അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെയും ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ആണോ ടീച്ചിങ് എന്ന് പറയുന്നത്? തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ലെറ്റ് മീ ഷോ യു വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ടീച്ചിങ്. ടീച്ചിങ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി. ടീച്ചിങ് എപ്പോഴും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, ലെസൺ പ്ലാൻ ഉണ്ട്, കരിക്കുലം ഉണ്ട്, അല്ലേ? ഇത് ഒക്കെ ബേസ് ചെയ്താണ് ആ ഒരു ടീച്ചിങ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. ആൻഡ് ദിസ് ഫോംസ് ദ ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ്. എഡ്യൂക്കേഷൻ്റെയും ലേണിങ്ങിൻ്റെയും ഫൗണ്ടേഷൻ ആണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചിങ്ങിലൂടെയാണ് എഡ്യൂക്കേഷൻ പോസിബിൾ ആകുന്നത്, ടീച്ചിങ്ങിലൂടെയാണ് ലേണിംഗ് പോസിബിൾ ആവുക എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ അല്ല. ഇറ്റ് ഗോസ് വേ ബിയോണ്ട് ട്രാൻസ്ഫറിങ് ഇൻഫർമേഷൻ. ഒരു ടീച്ചറുടെ പ്രധാന ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിൽ ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക്. കാരണം ഒരു നല്ല ഒരു അന്തരീക്ഷം, ഒരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്തെടുക്കണം, അല്ലേ? ആ ഒരു എൻവയൺമെന്റിലൂടെ സ്റ്റുഡൻസിൽ, നമ്മൾ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിൽ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനുള്ള എബിലിറ്റി അവരിൽ ഫോസ്റ്റർ ചെയ്ത് വളർത്തിക്കൊണ്ടുവരണം. പലതരത്തിലുള്ള സ്കിൽസ് ഇവിടെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ആൻഡ് ജീവിതത്തിൽ നിലനിർത്തേണ്ടിയ വാല്യൂസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം. ആ വാല്യൂസ്, ആ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ടീച്ചറാണ് ശരിക്കും ആ ഒരു കുട്ടിയുടെ മുന്നിൽ നിരത്തി ആ കുട്ടിയെ ആ വാല്യൂസ് ഇന്റേണലൈസ് ചെയ്യാനായിട്ട് ഒരു പക്ഷേ പഠിപ്പിക്കുന്നതിലും ഉപരി ഇൻസ്പയർ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അതിൻ്റെ കോറിൽ ഓർ റാദർ വാട്ട് ദി എസെൻസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മനഃപൂർവമായി ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റൻഷനലായിട്ട് നമ്മൾ ചെയ്യുന്ന, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ടീച്ചിങ്. ആൻഡ് ആ ടീച്ചിങ്ങിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചിങ് എൻ്റെതാണെങ്കിൽ ലേണിംഗ് നിങ്ങളുടേതാണ്. ഞാൻ ആരെ പഠിപ്പിക്കുന്നു അവരാണ് അത് ലേൺ ചെയ്ത് വരേണ്ടത് എന്നുള്ളതാണ്. സോ എഗെയിൻ ടീച്ചിങ്ങിൻ്റെ ഒരു പ്രധാന എയിം എന്ന് പറയുമ്പോഴത്തേക്ക് ലേണേഴ്സിനെ, ആര് തന്നെ ആയിക്കോട്ടെ ലേണേഴ്സ് എന്ന് പറയുന്നത്, ആ ലേണേഴ്സിനെ നമ്മൾ പ്രാപ്തരാക്കി എടുക്കുകയാണ്. അവർക്ക് ആവശ്യമായ നോളജ്, അവർക്ക് ആവശ്യമായ സ്കിൽസ്, അവർക്ക് ആവശ്യമായ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് അവർക്ക് ആവശ്യമായ മറ്റ് പല എന്താ പറയേണ്ടത് കോമ്പീറ്റൻസീസ്, മറ്റ് പല സംഗതികളും അവർക്ക് ആവശ്യമായതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ട സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും ടീച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകണം ആ ഒരു വ്യക്തിയുടെ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഓരോ വ്യക്തിയുടെയും പേഴ്സണൽ ഗ്രോത്ത് നടക്കുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ്, ആ ഒരു സൊസൈറ്റി അറ്റ് ലാർജ് അത് ബെറ്റർ ആയി വരും, അല്ലേ? സോ ഇൻഡയറക്ട്ലി ദ ടീച്ചർ കോൺട്രിബ്യൂട്ട്സ് ടു ദ സൊസൈറ്റി ബൈ ടീച്ചിങ് ആൻഡ് ഡയറക്ട്ലി ദ ടീച്ചർ കോൺട്രിബ്യൂട്ട്സ് ടു ദ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ ടീച്ചിങ്ങിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് വളരെ ഡീപ്ലി ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ആക്റ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ ലേണർ. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് ടീച്ചറും സ്റ്റുഡൻറ്റും അല്ലെങ്കിൽ ടീച്ചറും ലേണറുമായിട്ടുള്ളത്. അപ്പോൾ ആക്റ്റീവിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പാസീവ്. പാസീവ് ആയിട്ടുള്ള ഒരു റിലേഷൻ അല്ല, ഇറ്റ്സ് ആൻ ആക്റ്റീവ് റിലേഷൻ വേർ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് കണ്ടിന്യൂസ്ലി ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ സ്റ്റുഡൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ആക്റ്റീവ് റിലേഷനിൽ ടീച്ചർ ആക്ച്വലി
സെർവ്സ് ആസ് ദ ഗൈഡ് ഓർ ദ ഫെസിലിറ്റേറ്റർ എന്ന് പറയാം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെ ടീച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ മാത്രമല്ല, ആ ഒരു വ്യക്തിയുടെ കൈ പിടിച്ച് ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് നയിക്കുക, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ടീച്ചിങ്ങിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിൽ ധരിച്ചിരിക്കുകയാണ് 10ാം ക്ലാസ് പാസ്സാവാനായിട്ട് ഞാൻ ആ കുട്ടിയെ പഠിപ്പിച്ചെടുക്കണം, അതാണ് ടീച്ചിങ് എന്ന് വിചാരിച്ചാൽ അല്ല, അതിലും മേലെയാണ്. 10ാം ക്ലാസ് പാസ്സാവുക എന്നുള്ളത് ടീച്ചിങ് എന്ന കോൺസെപ്റ്റിലെ ഒരു ചെറിയ ഘടകം മാത്രമാണ് അല്ലേ. അപ്പോൾ ലുക്ക് അറ്റ് ദി വാല്യൂസ്, ലുക്ക് അറ്റ് ദ സ്കിൽസ്, ഇത് എല്ലാം കൂടെ ചേരുന്ന ഒരു സംഗതി, ഒരു കോൺസെപ്റ്റാണ് ശരിക്കും ടീച്ചിങ് എന്ന് പറയുന്നത്. നൗ ഈ ഒരു ടീച്ചിങ്ങിന് കുറേയധികം കമ്പോണൻസിനെ കുറിച്ച് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഓൾ ദോസ് കീ കമ്പോണൻസ് ഓഫ് ടീച്ചിങ്. ആദ്യത്തെ ഒരു കീ കമ്പോണന്റ് എന്ന് പറയുന്നത് നോളജ് ട്രാൻസ്ഫർ ആണ്. ഇപ്പൊ നോളജ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോഴത്തേക്ക് എഗെയിൻ എന്താ പറയേണ്ടത്, ടീച്ചിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോൾ ഇവിടെ അല്ലേ, അത് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ പകർന്നു കൊടുക്കുക, കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി കൊടുക്കുക, തിയറീസ് മനസ്സിലാക്കി കൊടുക്കുക. ആൻഡ് ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഇൻ എ വേ ദാറ്റ് ദ സ്റ്റുഡൻറ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ദാറ്റ് ദ സ്റ്റുഡൻറ് ക്യാൻ റിമെമ്പർ, ആൻഡ് ആ സ്റ്റുഡൻറ്റിന് അത് ജീവിതത്തിൽ പിന്നീട് ഉപയോഗിക്കാനും സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ജസ്റ്റ് ഇവിടെ ഡെലിവറി ഓഫ് കോണ്ടന്റ് മാത്രം അല്ല ആ ഒരു നോളജ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോഴത്തേക്ക് ടീച്ചർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള കോംപ്രിഹെൻസിബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ചെറിയ പാർട്സ് ആക്കി മാറ്റി അവിടെ പഠിപ്പിക്കുക എന്നുള്ളത്. അതിന് ചിലപ്പം ടീച്ചേഴ്സ് അനലോജീസ് യൂസ് ചെയ്യും, ചിലപ്പം ഇലിസ്ട്രേഷൻസ് യൂസ് ചെയ്യും, ആൻഡ് ടീച്ചേഴ്സ് ചിലപ്പം എന്താ പറയേണ്ടത്, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് അവർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് അത് ആക്സസ് ചെയ്യുന്നത് മനസ്സിലാക്കത്തക്ക രീതിയിൽ അബ്സ്ട്രാക്ട് എന്ന് പറയുമ്പം കോൺക്രീറ്റിന്റെ ഓപ്പോസിറ്റ് ആണ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സംഗതികൾ, അബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തൊട്ട് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇമാജിൻ സോളാർ സിസ്റ്റം, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇമാജിൻ മാത്തമാറ്റിക്കൽ ഫോർമുലാസ്, കെമിക്കൽ ഫോർമുലാസ്, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണത്. അത് അവിടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും എന്താ പറയേണ്ടത്, അതിൻ്റെ ആക്ച്വൽ റിയൽ കാണിച്ചു കൊടുക്കാൻ സാധിക്കാത്ത രീതിയിൽ ആയിരിക്കും ആ ഒരു ക്ലാസ് റൂം ചിലപ്പോൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെ ഈ ഒരു പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിച്ച് എടുക്കണമെങ്കിൽ ചിലപ്പം ഫാക്റ്റുകൾ കുട്ടികൾ മെമ്മറൈസ് ചെയ്യേണ്ടി വരും, ആൻഡ് അതിൻ്റെ അണ്ടർലൈങ് പ്രിൻസിപ്പിൾസ് അവർ കോംപ്രിഹെൻഡ് ചെയ്യേണ്ടി വരും, അവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പൊ അതാണ് ആ ഒരു നോളജ് ട്രാൻസ്ഫർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ലെക്ചർ കൊടുക്കുന്നത് കൊണ്ട് നോളജ് ട്രാൻസ്ഫർ ആയില്ല, പക്ഷെ അതിൻ്റെ പിന്നിലെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നോ അതെല്ലാം ഉറപ്പ് വരുത്തി എടുക്കുമ്പോഴാണ് ആ ഒരു നോളജ് ട്രാൻസ്ഫർ അവിടെ പൂർത്തിയാകുന്നത്. അടുത്ത പോയിന്റ് നമുക്കിവിടെ കാണാം, ഇറ്റ് ഇസ് സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ളത്. അപ്പൊ നോളജ് ട്രാൻസ്ഫറിനോടൊപ്പം ടീച്ചറിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട റോളാണ് ആ ഒരു ലേണേഴ്സിന്റെ പ്രാക്ടിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. ആൻഡ് പ്രാക്ടിക്കൽ സ്കിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ടെക്നിക്കൽ സ്കില്ലാകാം. ടെക്നിക്കൽ സ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സയന്റിഫിക് എക്സ്പെരിമെന്റ് നടത്തുന്നതിന്. ഇനി അത് സോഫ്റ്റ് സ്കിൽസ് ആകാം. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആകാം, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആകാം. അപ്പൊ എഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ആക്ച്വലി ഷുഡ് ഫോസ്റ്റർ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. അവിടെ നമ്മൾ എക്സ്പെരിമെന്റേഷൻ എൻകറേജ് ചെയ്യണം. കുട്ടികൾ പലതും ശ്രമിച്ചു നോക്കണം അവര്. ആൻഡ് എന്താ പറയണ്ടേ, ആ സ്കിൽസ് പ്രാക്ടീസ് ചെയ്ത് ആ സ്കിൽസ് അതിനകത്തൊരു മാസ്റ്ററി അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ആ ഒരു സ്കില്ലിൽ അവർ മാസ്റ്റേഴ്സ് ആകുന്നിടം വരെ അവരുടെ പ്രാക്ടീസിനെ ഗൈഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ സ്കിൽസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് അവരെ സഹായിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു എന്താ പറയേണ്ടത്, സ്കിൽ ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിൽ ഇങ്ങനെ ചിന്തിച്ചാലും മതി. അതാണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു തിയറിറ്റിക്കൽ നോളജിനെ എടുത്ത് റിയൽ വേൾഡ് സിറ്റുവേഷൻസിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഈ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ദെൻ കംസ് ദ വാല്യൂ ട്രാൻസ്മിഷൻ.
അപ്പോൾ എത്തിക്സിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക, ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ടീച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ട്രാൻസ്മിഷൻ ഓഫ് വാല്യൂസ്, മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്ന ഒരു സിറ്റുവേഷനും കൂടിയാണ്. എത്തിക്സ് പകർന്നു കൊടുക്കുന്ന, മോറൽ റീസണിങ്ങിന് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഒരു മോറൽ റീസണിങ്, ഒരു എത്തിക്കൽ ഡെലിമയിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെ അവർക്ക് അതിനെ കടന്ന് മുമ്പോട്ട് പോകാം എന്നുള്ളത്. അപ്പൊ അതിലൂടെ നമ്മൾ ചെയ്യുന്ന എന്താണ്? ടീച്ചേഴ്സ് ശരിക്കും കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. അവരുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ്, അവരുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർക്ക്, അവരുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലേണിംഗ് ഇറ്റ് സെൽഫ്, അത് മാറ്റിക്കൊണ്ടുവരികയാണ്. ലേണിങ്ങിനെ സ്നേഹിക്കാനായിട്ട്, അതായത് നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ പഠിപ്പിക്കുന്നത് ആ ഒരു സബ്ജക്റ്റിലേക്ക് ആകർഷിച്ച് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി വാല്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് വാല്യൂസ് ലൈക്ക് റെസ്പെക്ട്, ഇന്റഗ്രിറ്റി, കൊളാബറേറ്റ് ചെയ്യാനായിട്ട് കഴിയുക. ഇന്നത്തെ കാലത്ത് കൊളാബറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ തന്നെയാണ് അല്ലേ. ആൻഡ് തിങ്ക് അബൌട്ട് എംപതി. സിമ്പതിയുടെ കാര്യമല്ല നമ്മൾ ഈ പറയുന്നത്, തിങ്ക് അബൌട്ട് എംപതി. അപ്പോൾ ഇതൊക്കെ ഒരു ടീച്ചറുടെ ബിഹേവിയറിലൂടെ ടീച്ചർ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് കുട്ടികളെ. ടീച്ചറെ ഒബ്സർവ് ചെയ്ത് ടീച്ചർ ഏതൊക്കെ രീതിയിൽ പെരുമാറുന്നുണ്ടോ അത് കണ്ട് മനസ്സിലാക്കി കുട്ടികൾ മുന്നോട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ അത് പഠിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടീച്ചിങ് ശരിക്കും ആ ഒരു ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയണ്ടേ, അവരുടെ ഒരു മോറൽ കോമ്പസ് ആയിട്ട് മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റ് ഓൾസോ ഗൈഡ്സ് ദം ടു ടേക്ക് റെസ്പോൺസിബിൾ ഡിസിഷൻസ്. അവരുടെ പേഴ്സണൽ ലൈഫിലായിരുന്നാലും പ്രൊഫഷണൽ ലൈഫിലായിരുന്നാലും ശരി, ഉത്തരവാദിത്തോടു കൂടിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് സഹായകരമാകുന്നു എന്നുള്ളതാണ് മറ്റൊരു സംഗതി. ഓക്കെ, ആൻഡ് ദെൻ കംസ് ഫെസിലിറ്റേറ്റിംഗ് മീനിങ് ഫുൾ ലേണിംഗ്. അപ്പൊ മീനിങ് ഫുൾ ആയിട്ടുള്ള ലേണിംഗ് അവിടെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. എഗെയിൻ, ടീച്ചിങ് എന്ന് പറയുമ്പം ജസ്റ്റ് ഇമ്പാർട്ടിംഗ് നോളജ് അല്ല, ഇറ്റ് ഇസ് അബൌട്ട് മേക്കിംഗ് ലേണിംഗ് മീനിങ് ഫുൾ ഫോർ ദ സ്റ്റുഡൻസ്. അപ്പൊ അതെങ്ങനെയാണ് അത് സാധിക്കുക, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദിസ് ഈവന്റ്, ലേണിംഗ് മീനിങ് ഫുൾ ആക്കി കൊടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലേണേഴ്സ് നമ്മുടെ ക്ലാസ്സിൽ, നമ്മളിപ്പം 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു എന്ന് കണക്കാക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. അപ്പോഴവർ 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിച്ച ചില സംഗതികൾ അവിടെയുണ്ട്. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ, കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് അതിൻ്റെ അടുത്ത ലെവലാണ് 8ൽ പഠിക്കുന്നത്, അതിൻ്റെ അടുത്ത ലെവൽ 9ൽ പഠിക്കുന്നത്, അങ്ങനെയല്ലേ ഒരു പ്രോഗ്രസീവ് ആയിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ അവർക്ക് ചില റിലേറ്റഡ് ആയിട്ടുള്ള ലോവർ ലെവൽ കോൺസെപ്റ്റ്സ് അവരുടെ മനസ്സിലുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഹയർ ലെവൽ കോൺസെപ്റ്റ്സ് അവർക്ക് കൊടുക്കുമ്പോൾ ആ ലോവർ ലെവലുമായിട്ട് കണക്ട് ചെയ്ത് അതിൽ ബിൽഡ് ചെയ്ത് ആ ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷനെ കുറെ കൂടെ മീനിങ് ഫുൾ ആക്കി കൊണ്ടുവരിക. അപ്പോൾ എന്താ പറയേണ്ടത്, അവരുടെ എക്സ്പീരിയൻസസ് മാറുന്ന, എന്താ പറയേണ്ടത്, ഒരു റിയൽ ലൈഫിലെ കോണ്ടെക്സ്റ്റ് അവർക്ക് അവിടെ ലഭിക്കും എന്നുള്ളതാണ്. ആൻഡ് ഇതിന് വേണ്ടത് ടീച്ചേഴ്സ് ആക്റ്റീവ് ലേണിംഗ് എൻകറേജ് ചെയ്യണം. അപ്പോൾ ആക്റ്റീവായിട്ട് ദേ ഷുഡ് എൻഗേജ് വിത്ത് ദ മെറ്റീരിയൽ. അപ്പോൾ എന്താ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ഷുഡ് ബി ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അവർക്ക് ക്രിട്ടിക്കലായിട്ട് അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യാൻ, മീൻസ് ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ടീച്ചേഴ്സ് ഉറപ്പ് വരുത്തേണ്ട മറ്റൊരു സംഗതിയാണ് റോട്ട് മെമ്മറൈസേഷൻ. കാണാതെ പഠിക്കൽ അല്ല ഇവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത്, ഒരു ഡീപ്പ് ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ കൊണ്ടുവരണം. അപ്പോഴാണ് ആ ഒരു ലേണിംഗ് മീനിങ് ഫുൾ ആകുന്നത്. ലേണിംഗ് മീനിങ് ഫുൾ ആകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ആ പഠിച്ചത് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആൻഡ് അത് ലൈഫ് ലോങ് ഹാബിറ്റ്സ് അവർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് നമുക്കുള്ളത് ഈസ് ക്രിയേറ്റിംഗ് എ കൺഡ്യൂസീവ് ലേണിംഗ് എൻവയൺമെന്റ്. സോ എന്താണ് നമ്മൾ ഈ കൺഡ്യൂസീവ് ലേണിംഗ് എൻവയൺമെന്റ് എന്ന് പറയുന്നത്? ഇപ്പം ലേണിങ്ങിന് തന്നെ അഴച്ചു വളരാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചെടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ആ ഒരു ഫിസിക്കൽ എൻവയൺമെന്റും അവിടെ വരുന്നുണ്ട്, ഇമോഷണൽ എൻവയൺമെന്റ് അവിടെ വരുന്നുണ്ട്. അപ്പൊ ഫിസിക്കൽ എൻവയൺമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം ആയിരിക്കണം, അവർക്ക് ആവശ്യത്തിനുള്ള റിസോഴ്സസ് അവിടെ അവൈലബിൾ ആകണം. ആൻഡ് ഇമോഷണൽ എൻവയൺമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് അവിടെ ഒരു സേഫ് ആണെന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് അവിടെ ഉണ്ടാകണം. എവറി സ്റ്റുഡൻറ് ഷുഡ് ഫീൽ വാല്യൂഡ് ഇൻ ദ ക്ലാസ്. ഒരു കുട്ടിയെയും അവഗണിക്കരുത് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കുട്ടികൾക്ക് ഒരു ഓട്ടോമാറ്റിക് മോട്ടിവേഷൻ അവർക്ക് ഉണ്ടാകുന്നത് അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ തന്നെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു സമയത്തെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ടീച്ചേഴ്സിന്റെ ക്ലാസ് നാച്ചുറലി ഭയങ്കര നല്ലതായിരിക്കും. ചില ടീച്ചേഴ്സിന്റെ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകും. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ബെറ്റർ, ആ ടീച്ചേഴ്സ് എന്താണ് വ്യത്യസ്തമായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇത് ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യുക, വേ സ്റ്റുഡൻസ് ആർ എൻകറേജ് ടു പാർട്ടിസിപ്പേറ്റ്. ഇപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് അവൻ ചോദിച്ചു എന്നും പറഞ്ഞ് ആ ഒരു സ്റ്റുഡന്റിനെ ഒരു നോട്ടപ്പുള്ളിയാക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് അതാണ് ആ ഒരു ഇന്റലക്ച്വൽ റിസ്ക് സ്റ്റുഡൻസിന് എടുക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുക. കാരണം എങ്കിൽ മാത്രമേ അവൻ്റെ ആ ഒരു ഡീപ്പ് തിങ്കിങ് എബിലിറ്റി ക്രിയേറ്റ് ആയി വരികയുള്ളൂ. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു വ്യക്തിയെ കളിയാക്കുകയോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരു ഫെയിലിയർ ആണെന്ന് പറയുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് അവിടെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഹിയർ ഈസ് ദ ടീച്ചർ ലേണർ ഇന്ററാക്ഷൻ. അപ്പൊ അഗെയിൻ അതിനെ ഒരു കൊളാബറേറ്റീവ് പ്രോസസ് ഓഫ് മ്യൂച്വൽ എൻഗേജ്മെന്റ് എന്നാണ് അവിടെ പറയുന്നത്. ദിസ് ഈസ് ദ മോസ്റ്റ് സെൻട്രൽ ആസ്പെക്ട് ഓഫ് ടീച്ചിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ടീച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആ ഒരു ടീച്ചറും ലേണറും ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷനാണ്. എന്ത് തരം ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷനാണ്. കാരണം രണ്ടുപേരുടെയും എയിം ഒന്നാണ്. സ്റ്റുഡൻസിന്റെ എയിം എന്ന് പറയുന്നത് അത് ഇന്റേണലൈസ് ചെയ്യുക, അത് പഠിക്കുക, അത് മനസ്സിലാക്കുക, ജീവിതത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുക. ടീച്ചറിന്റെ എയിം എന്താണ്? ആ കുട്ടിയുടെ എയിം പ്രാവർത്തികമാക്കി എടുക്കുക എന്നുള്ളതാണ് ടീച്ചറുടെ എയിം. അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് അതിനെ ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് യു സീ ഇതൊരു ഡൈനമിക് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. ഇറ്റ് ഇസ് ഒരു എന്താ പറയേണ്ടത്, ഒരു ബൈ ഡയറക്ഷണൽ റിലേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു വൺ ഡയറക്ഷണൽ അല്ല, റാദർ ബൈ ഡയറക്ഷണൽ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻ എന്ന് അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. വേർ ബോത്ത് പാർട്ടീസ്, അതായത് ടീച്ചർ ആൻഡ് ദ സ്റ്റുഡൻറ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പൊ ഈ ഒരു കൊളാബറേഷനിൽ ടീച്ചർ എടുക്കേണ്ട പാർട്ട് എന്ന് പറയുന്നത് ഗൈഡൻസ് കൊടുക്കുക, ഫീഡ്ബാക്ക് കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക. ആൻഡ് ലേണർ എടുക്കേണ്ട പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ആ ഒരു ലേണിംഗ് പ്രോസസ്സിൽ, പാസീവ് പാർട്ടിസിപ്പേഷൻ അല്ല. നോക്ക്, നമ്മുടെ ലെക്ചർ മെത്തേഡ് നമ്മൾ നോക്കിയാൽ ലെക്ചർ മെത്തേഡിൽ പലപ്പോഴും സ്റ്റുഡൻസിന് ഒരു പാസീവ് പാർട്ടിസിപ്പേഷൻ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് അത് മാറ്റണം. അത് മാറ്റിയിട്ട് സ്റ്റുഡൻസ് അവിടെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ ആക്റ്റീവായിട്ട് നടക്കണമെങ്കിൽ ദേ ഷുഡ് ബി എ ഡയലോഗ് ദാറ്റ് ഹാപ്പൻസ് ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ സ്റ്റുഡൻറ്. ഡിസ്കഷൻസ് അവിടെ നടക്കണം, ഡിബേറ്റ്സ് അവിടെ നടക്കണം. ആൻഡ് സ്റ്റുഡൻസിന് എന്താ പറയേണ്ടത്, അവരുടെ മനസ്സിലുള്ള ആ ഒരു അസംഷൻസിനെ ചാലഞ്ച് ചെയ്ത് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് കുറെ കൂടെ കൃത്യമാക്കി കൊണ്ടുവരാനായിട്ടുള്ള ഒരു അന്തരീക്ഷം ടീച്ചർ അവിടെ ക്രിയേറ്റ് ചെയ്ത് എടുക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് യു റിമെമ്പർ, ഞാൻ നേരത്തെ പറഞ്ഞു ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അതാണ് നമ്മൾ അടുത്തത് ഈ നോക്കുന്നത്. അപ്പൊ ടീച്ചിങ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ് എന്ന് നമ്മൾ പറയുമ്പോൾ വാട്ട് ഡു വി അണ്ടർസ്റ്റാൻഡ് ഫ്രം ദാറ്റ്? ഒരു ജസ്റ്റ് ഒരു റാൻഡം ആക്ടിവിറ്റി അല്ല ടീച്ചിങ് എന്ന് പറയുന്നത്. ഒരു ഹാപ്ഹസാർഡ് ആക്ടിവിറ്റി അല്ല ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചിങ്ങിന് ഒരു കൃത്യമായ സ്ട്രക്ചർ ഉണ്ട്. ആൻഡ് അതിന് മനഃപൂർവ്വം നമ്മൾ അതിനകത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ചില പ്രോസസ്സസ് ഉണ്ട്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്ത് ആ സ്ട്രക്ചർ കൃത്യമായിട്ട് നിലനിർത്തി കൊണ്ടുപോകുമ്പോഴാണ് ടീച്ചിങ് സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ നടക്കുന്നു എന്നുള്ളത് അല്ലേ. അപ്പോൾ ടീച്ചേഴ്സ് ലെസൺ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ടീച്ചേഴ്സിന്റെ മൈൻഡിൽ കൃത്യമായ ഒരു ഒബ്ജക്റ്റീവ് അവിടെയുണ്ട്. ആൻഡ് ആ ഒരു ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് എന്തുപയോഗിക്കണം എന്ന് വരെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ. നാളത്തെ എൻ്റെ ക്ലാസ് ഏത് രീതിയിലാണ് ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 പേർക്ക് അത് മനസ്സിലാക്കാനുള്ള സാധ്യത കുറവാണ്. ഇങ്ങനത്തെ ഒരു ചിന്ത എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? അവിടെ നമ്മൾ ആ ഒരു സിസ്റ്റം അതിനകത്ത് എന്താ പറയേണ്ടത്, ആ സിസ്റ്റത്തിനെ റിഫൈൻ ചെയ്യുകയാണ്. ആ ടീച്ചിങ് സ്ട്രാറ്റജി അവിടെ റിഫൈൻ ചെയ്ത് കൊണ്ടുവരികയാണ്. കുട്ടികളുടെ എബിലിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കി ആ എബിലിറ്റീസിന് മാച്ച് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ലെസൺസ് പ്ലാൻ ചെയ്യണം.
അപ്പോൾ പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ടീച്ചിങ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ടീച്ചർ ആ ഒരു ലെസൺ പ്ലാൻ ചെയ്യുകയാണ്. എന്താണ് ലേണിംഗ് ഗോൾസ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അവിടെ സെലക്ട് ചെയ്യുക, ആൻഡ് എന്താണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് ആ ഒബ്ജക്റ്റീവ്സ് നേടുന്നതിന് എന്ന് തീരുമാനിക്കുന്ന ഒരു സ്റ്റേജ് ആണ് പ്ലാനിങ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇംപ്ലിമെന്റേഷൻ ആണ്. അപ്പൊ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ലെസൺ എങ്ങനെ നമ്മൾ പകർന്നു കൊടുക്കുന്നു, അത് പഠിപ്പിക്കുന്നു, ആ ഒരു ഡ്യൂറിങ് ദ ലെസൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ടീച്ചർ ആ ഒരു മെറ്റീരിയൽസ് അവിടെ പ്രസന്റ് ചെയ്യുന്നു, ആക്ടിവിറ്റീസ് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നു, ആൻഡ് എന്താ പറയേണ്ടത്, സ്റ്റുഡൻസിനെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആക്കിയിട്ട് ആ ഒരു ലേണിങ്ങിൽ എൻഗേജ് ചെയ്യിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു 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 ഇൻസ്ട്രക്ഷൻ ഡെലിവറി ചെയ്യുന്നത് അവിടെ വരുന്നുണ്ട്, ക്ലാസ് റൂമിന്റെ മാനേജ്മെന്റ് അവിടെ വരുന്നുണ്ട്, ആൻഡ് എൻഷുറിങ് ദാറ്റ് ദ സ്റ്റുഡൻസ് ആർ ഓൺ ടാസ്ക് എന്നുള്ളതും കൂടെ അവിടെ ഉറപ്പുവരുത്തുന്നത്. അതാണ് ഇംപ്ലിമെന്റേഷൻ. അതായത് ആക്ച്വൽ പഠിപ്പിക്കുന്ന സിറ്റുവേഷൻ ആണ് ഇംപ്ലിമെന്റേഷൻ. അത് കഴിഞ്ഞ് വരുന്നു അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ. ആ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ് അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പം എഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ്ങിന് ശരിക്കും കണ്ടിന്യൂസ് അസസ്മെന്റ് ആണ് ഉണ്ടാകേണ്ടത് ഓഫ് ദ ലേണേഴ്സ് പ്രോഗ്രസ്. അപ്പൊ ഈ കണ്ടിന്യൂസ് അസസ്മെന്റ് എപ്പോൾ തുടങ്ങണമെന്ന് ചോദിച്ചാൽ ഈവൻ ടീച്ചിങ് തുടങ്ങുന്നതിന് മുന്നേ അസസ്മെന്റ് സ്റ്റാർട്ട് ആകണം എന്നുള്ളതാണ്. അപ്പൊ ഇതിന് ടീച്ചേഴ്സ് ഒത്തിരി അധികം അസസ്മെന്റ് ടൂൾസ് ഉപയോഗിക്കും. അസസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ ടൂൾസ് എന്തൊക്കെയാണ്? ക്വിസസ് ഉപയോഗിക്കാം, പ്രോജക്ട്സ് ചെയ്യിപ്പിക്കാം, ഡിസ്കഷൻസ് നടത്താം. അതൊക്കെയല്ലേ സിമ്പിൾ ആയിട്ടുള്ള ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടീച്ചർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എത്രമാത്രം കുട്ടികൾക്ക് അത് മനസ്സിലാകുന്നുണ്ട്, അത് ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ ഈ ഒരു ഇവാലുവേഷനെ അടിസ്ഥാനപ്പെടുത്തി ടീച്ചേഴ്സിന് ഫീഡ്ബാക്ക് കൊടുക്കാം. ആൻഡ് അത് മാത്രമല്ല, ടീച്ചിങ് സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഈ ഒരു ഇവാലുവേഷനോടുകൂടി ടീച്ചിങ് സ്ട്രാറ്റജിയിലും മാറ്റം വരുത്തി കൊണ്ടുവരാം, ആ ഒരു ടീച്ചിങ് അല്ലെങ്കിൽ ആ ഒരു ലേണേഴ്സിന്റെ നീഡ്സ് മാച്ച് ചെയ്യുന്നതിന് വേണ്ടി. ആൻഡ് ദെൻ കംസ് ദ റിഫ്ലക്ഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ ഇവിടെ ഈ ഒരു ഇൻസ്ട്രക്ഷന് ശേഷം ടീച്ചേഴ്സ് ശരിക്കും റിഫ്ലക്ട് ചെയ്യുക, നമ്മൾ തന്നെ ചിന്തിക്കുക ആ ഒരു ടീച്ചിങ് പ്രാക്ടീസ് എത്രത്തോളം അത് ഗുണകരമായി എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് എങ്ങനെ ഇതിനെ നമുക്ക് ഫർദർ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ ഈ ഒരു റിഫ്ലക്റ്റീവ് പ്രോസസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? പ്രത്യേകിച്ചും തിങ്ക് അബൌട്ട് ആ ഒരു ടീച്ചറുടെ ഓൺ ഗോയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, ആ ടീച്ചറുടെ ഓൺ ഗോയിങ് സ്ട്രാറ്റജി ടു ഇംപ്രൂവ് ദ ടീച്ചിങ് എഫക്റ്റീവ്നെസ്. അതല്ലേ ടീച്ചറുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആൻഡ് മാക്സിംസ് എവിടെ നിന്നാണ് ഉണ്ടായത്? ടീച്ചേഴ്സിന്റെ എക്സ്പീരിയൻസ് ഓഫ് എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് ആണ് മാക്സിംസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അതേപോലെ നമ്മളും ഓരോ സ്റ്റേജിലും ആ ഒരു മാക്സിം റിയലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമുക്കുണ്ടാകും. ചിലപ്പം ആ ഒരു എന്താ പറയേണ്ടത്, മാക്സിം എന്താണ് എന്ന് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പക്ഷേ മനസ്സിലായില്ല എങ്കിൽ പോലും എന്താ പറയണ്ടേ, എക്സ്പീരിയൻസിൽ നിന്ന് ആ മാക്സിംസിന്റെ ട്രൂത്ത്, അതിന്റെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് മറ്റൊരു സംഗതിയാണ് ഇവിടെ. ഓക്കെ, സോ ഹിയർ അടുത്തത് ടീച്ചേഴ്സ് റോൾ. ഒരു ഫെസിലിറ്റേറ്റർ എന്ന നിലയിൽ എന്താണ് ടീച്ചറുടെ റോൾ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇന്നത്തെ അല്ലെങ്കിൽ ഒരു മോഡേൺ പെഡഗോജിക്കൽ അപ്രോച്ചസിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പലപ്പോഴും ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആണ് അല്ലേ? അപ്പൊ ടീച്ചർ അവിടെ ഒരു സോഴ്സ് ഓഫ് നോളജ് ആയിട്ടല്ല അവിടെ ആക്ട് ചെയ്യുന്നത്. പഴയ കാലഘട്ടത്തിലാണെങ്കിൽ ടീച്ചർ ഈസ് ദി അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് നോളജ് എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. പലപ്പോഴും നിങ്ങൾ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇന്റർനാഷണൽ സ്കൂൾസിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും, ചില CBSE സ്കൂൾസിലും ചില സ്റ്റേറ്റ് സ്കൂൾസിൽ പോലും ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ടീച്ചേഴ്സിനോട് പറയുന്നത്, നിങ്ങളുടെ 40 മിനിറ്റ്സിൽ നിങ്ങളുടെ ആ ഒരു പീരിയഡിൽ ഒരു ടീച്ചർ അവിടെ 8 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കാൻ പാടില്ല. അത് ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, 8 മിനിറ്റേ അവിടെ ടീച്ചർ സംസാരിക്കാൻ പാടുള്ളൂ. അതാണ് ആ ഒരു ഡൈനമിക് ആയിട്ട് ചേഞ്ച് ചെയ്ത് വരുന്ന ടീച്ചറുടെ റോൾ ആസ് എ ഫെസിലിറ്റേറ്റർ. അപ്പൊ ഈ 8 മിനിറ്റ് കൊണ്ട് അവർ എന്താണ് നേടിയെടുക്കേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അതിനാവശ്യമായ മെറ്റീരിയൽസ് അവർക്ക് അവിടെ കൊടുക്കുകയാണ്. അപ്പൊ ടീച്ചേഴ്സ് ആ സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുന്നു, ഇൻഡിപെൻഡന്റ് ആയിട്ട് തിങ്ക് ചെയ്യുക, ഇൻഡിപെൻഡന്റ് ആയിട്ട് ലേൺ ചെയ്യുക. ജസ്റ്റ് ആ ഒരു നോളജ്, റെഡിമെയ്ഡ് നോളജ് അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ആൻസേഴ്സ് അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ച് അതിൻ്റെ ഉത്തരത്തിലേക്ക് അവരെ എത്താനായിട്ട് ഉള്ള ആ ഒരു കഴിവ് അവർക്ക് നേടിക്കൊടുക്കുന്നതാണ് ഫെസിലിറ്റേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ പ്രോബ്ലംസ് എക്സ്പ്ലോർ ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ആൻഡ് ഓൾസോ ബി ഏബിൾ ടു ഫൈൻഡ് സൊല്യൂഷൻസ് ഓഫ് യുവർ ഓൺ. ആ ഒരു നിലയിലേക്ക് സ്റ്റുഡൻസിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പഴയ ഫോക്കസ് എന്ന് പറയുന്നത് ആ ഒരു പാസീവ് റിസപ്ഷൻ ആയിരുന്നു. ലെക്ചർ ക്ലാസ്സിനെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. സ്റ്റുഡൻസ് അവിടെ പാസീവ് ആയിട്ടിരുന്ന് സ്റ്റുഡൻസ് അവിടെ റിസീവ് ചെയ്യുക, ടീച്ചർ മാത്രമാണ് അവിടെ ആക്റ്റീവ് എന്ന് പറയുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി ഒരു ആക്റ്റീവ് ലേണിംഗിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ സ്റ്റുഡൻസ് ആർ ടേക്കിംഗ് മോർ റെസ്പോൺസിബിലിറ്റി എന്ന് നമുക്ക് പറയാം, അവരുടെ ആ ഒരു സ്വന്തം എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. ഇനി ഈ ടീച്ചിങ്ങിന്റെ ഈ ഒരു ഇവോൾവിങ് നേച്ചറിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ടീച്ചിങ് എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. അതൊരിക്കലും സ്റ്റാറ്റിക് അല്ല, അത് ഡൈനമിക് ആണ്, മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഒരുപാടധികം അഡ്വാൻസ്ഡ് ആയി അല്ലേ. അപ്പൊ ടീച്ചറുടെ റോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമിനേക്കാളും ഇറ്റ് ഗോസ് വേ ബിയോണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒത്തിരി അധികം സോഫ്റ്റ്വെയർ ഉണ്ടല്ലേ, നമുക്ക് ക്ലാസ് റൂമിൽ തന്നെ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആൻഡ് വെർച്വൽ ക്ലാസ് റൂംസിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഗൂഗിൾ മീറ്റിലൊക്കെ നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ, സൂം ഉപയോഗിച്ച് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ, അതൊക്കെയല്ലേ വെർച്വൽ ക്ലാസ് റൂംസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സാമ്പിൾസ് ഒക്കെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ശരിക്കും ടീച്ചിങ് എന്തുമാത്രം ഡൈനമിക് ആണ്, എന്തുമാത്രം മാറി, എന്തുമാത്രം ഇവോൾവ് ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ടെക്നോളജിയുടെ ഉപയോഗം കൊണ്ട് നമുക്ക് കുറെ കൂടെ പേഴ്സണലൈസ്ഡ് ആയിട്ട്, കുറെ കൂടെ ഫ്ലെക്സിബിൾ ആയിട്ട്, കുറെ കൂടെ എൻഗേജിങ് ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസസ് ക്രിയേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ക്ലാസ്സസ് കൊടുക്കാനായിട്ട് കഴിയും. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ആർ ആക്ച്വലി എക്സ്പെക്റ്റഡ് ടു അഡാപ്റ്റ് ടു ന്യൂ ടൂൾസ്. പുതിയ ടൂൾസിൽ ടീച്ചേഴ്സ് അഡാപ്റ്റ് ആകണം, ടീച്ചേഴ്സ് പഠിക്കണം. നിങ്ങളുടെ നെറ്റിന്റെ ഈ സിലബസിൽ തന്നെ ഇല്ലേ പുതിയ ടൂൾസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്, അതിനെക്കുറിച്ച് ICT പഠിച്ചിരിക്കാനായിട്ട് അല്ലേ. ആൻഡ് ടീച്ചേഴ്സ് ടീച്ചിങ് മെത്തഡോളജിയെ കുറിച്ചും കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളിപ്പം ഒരു സയൻസ് പഠിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു, അതിനകത്ത് ചേഞ്ചസ് വരും നോളജിൽ. ആ നോളജിൽ വരുന്ന ചേഞ്ചസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുക. ഒരു ഡോക്ടറും അത് തന്നെയല്ലേ ചെയ്യുന്നത്. 10 വർഷം മുന്നേ പഠിച്ച് ഡോക്ടറായി, 10 വർഷത്തിന് ശേഷം ഒത്തിരി അധികം ചേഞ്ചസ് വന്ന് മെഡിക്കൽ ഫീൽഡിൽ ഈ ഡോക്ടർ അത് പഠിച്ചല്ലേ പറ്റൂ. അതേപോലെ തന്നെയാണ് ടീച്ചറുടെ ജോലി എന്ന് പറയുമ്പോഴും. ടീച്ചർ അത് പഠിച്ചുകൊണ്ടേയിരിക്കുക. ആൻഡ് ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈൽസ് പഠിക്കുന്നതോടുകൂടി പല തരത്തിലുള്ള കുട്ടികളെ ഒരുമിച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. സോ ഇൻ ഷോർട്ട്, ഈ ഒരു ടീച്ചിങ്ങിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇസ് മൾട്ടി ഫെസറ്റഡ്. അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാൽ, ഒന്ന് ട്രാൻസ്ഫർ ഓഫ് നോളജ് അതിനകത്തുണ്ടല്ലേ, സ്കിൽസിന്റെ ഡെവലപ്മെന്റ് അതിന്റെ ഭാഗമായിട്ട് വരുന്നല്ലേ, വാല്യൂസ് വളർത്തിക്കൊണ്ടുവരുന്നത് അതിന്റെ ഭാഗമായിട്ട് വരുന്നല്ലേ, ആൻഡ് സപ്പോർട്ടീവായിട്ടുള്ള ഒരു ലേണിംഗ് എൻവയൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുക, അതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സോ ഒരു ഡൈനമിക് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ ലേണർ. ആൻഡ് ഈ ഡൈനമിക് ഇന്ററാക്ഷന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഡീപ്പായിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് അവിടെ ഫോസ്റ്റർ ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ ഇറ്റ് ഗോസ് വേ ബിയോണ്ട് ദ കൺഫൈൻസ് ഓഫ് എ ക്ലാസ് റൂം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ എഫക്റ്റീവ് ടീച്ചിങ് എന്ന് പറയുമ്പം ഒന്ന്, അത് സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യും അവരുടെ അക്കാഡമിക് സക്സസിന് വേണ്ടിയിട്ട്, ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം അവരുടെ ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്ത്, അവരിൽ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്ത്, അവരുടെ ആ ഒരു മോറൽ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഈ ഒരു മോഡേൺ വേൾഡിൽ സ്റ്റുഡൻസിന് ജീവിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട്. Okay, so what we will do is we will wind up this part of the video here, and ini kore kuda adhigam concepts namukku nokkanundu. We will look at those concepts in the next part. Right, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ലിങ്ക്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. ആൻഡ് ഇതിപ്പോൾ വീഡിയോ മലയാളത്തിലായിരുന്നല്ലോ, അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വാഷ് ചെയ്യുന്നതിന്. അപ്പം ഇംഗ്ലീഷ് വേർഷൻ ഇപ്പം റെക്കോർഡ് ആയിട്ടില്ല, അത് റെക്കോർഡ് ആകുന്ന മുറയ്ക്ക് അതിൻ്റെ ലിങ്കും കൂടെ അവിടെ കൊടുക്കുന്നതായിരിക്കും. ആൻഡ് അപ്പാർട്ട് ഫ്രം ദിസ്, നമ്മളൊരു ഗോൾഡ് ബാച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. യു ക്യാൻ ജോയിൻ ദ ഗോൾഡ് ബാച്ച് ആസ് വെൽ. അപ്പോൾ ഗോൾഡ് ബാച്ചിൻ്റെ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യു ജസ്റ്റ് ജോയിൻ ദ സ്റ്റഡി ഗ്രൂപ്പ്. അവിടെ നിന്ന് ഐ വിൽ ഗിവ് യു ദ ലിങ്ക് ടു ജോയിൻ ദ ഗോൾഡ് ബാച്ച് എന്നുള്ളതാണ്. ഗോൾഡ് ബാച്ച് ഇറ്റ് കംസ് അറ്റ് എ നോമിനൽ ഫീ, വളരെ ചെറിയൊരു ഫീസ് അതിനുണ്ട്. You will get all the notes printable,
വീക്ക്ലി ക്വിസസ്, മോക്ക് ടെസ്റ്റ്, മോഡൽ എക്സാംസ്, ലൈവ് ക്ലാസ്സസ്, ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി, അങ്ങനെ വേണ്ട ഒത്തിരി അധികം ഫീച്ചേഴ്സ് അടങ്ങി വരുന്ന ഒന്നാണ് ഗോൾഡ് ബാച്ച് എന്ന് പറയുന്നത്. Okay, so I would like to once again thank you very much for watching this part, and you have a great day ahead and wish you all the very best. Thank you.